നടന്ന നയതന്ത്ര ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ പുറത്തുവിട്ട $270 ബില്യൺ നഷ്ടപരിഹാര ആവശ്യം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ദശാബ്ദങ്ങളായി നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ നിരത്തി ഇറാൻ ഇത്രയും വലിയൊരു തുക ആവശ്യപ്പെടുന്നത് വെറുമൊരു സാമ്പത്തിക നീക്കമായല്ല, മറിച്ച് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധമായാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ സൈനിക നടപടികളും സാമ്പത്തിക ഉപരോധങ്ങളും കാരണം തങ്ങളുടെ രാജ്യത്തിനും ജനതയ്ക്കും ഉണ്ടായ തകർച്ചയ്ക്ക് ഉത്തരവാദികൾ അമേരിക്കയും അവരുടെ പ്രാദേശിക പങ്കാളികളുമാണെന്ന വാദമാണ് ഇറാൻ ഉയർത്തുന്നത്. ഈ സാഹചര്യം ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ അറബ് സഖ്യകക്ഷികളെയാണ്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ശീതയുദ്ധത്തിൽ തങ്ങൾ സാമ്പത്തികമായി ഇരയാക്കപ്പെടുമോ എന്ന ആശങ്ക ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമാണ്. യുദ്ധത്തിന്റെയോ സംഘർഷങ്ങളുടെയോ അനന്തരഫലമായി വരുന്ന ഭീമമായ സാമ്പത്തിക ബാധ്യതകൾ തങ്ങളുടെ തോളിലേക്ക് വീഴാനുള്ള സാധ്യതയാണ് ഈ അറബ് രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും സാധാരണക്കാരുടെ ജീവഹാനിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുമ്പോൾ ഈ നഷ്ടപരിഹാര ആവശ്യത്തെ തള്ളിക്കളയാൻ ഇറാനെതിരായ പക്ഷത്തിന് എളുപ്പമാകില്ല. US നടപ്പിലാക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ പല ആഗോള ശക്തികളും ശ്രമിക്കുന്നതിനിടയിൽ ഇത്തരമൊരു ആവശ്യം ഉയരുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ മിഡിൽ ഈസ്റ്റ് നയങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. യുദ്ധക്കളത്തിലെ പോരാട്ടത്തെക്കാൾ ഭീകരമായ ഒരു നയതന്ത്ര യുദ്ധത്തിനാണ് ഇപ്പോൾ ഇസ്ലാമാബാദ് സാക്ഷ്യം വഹിക്കുന്നത്. മേഖലയിലെ സമാധാന ചർച്ചകളിൽ യുദ്ധനഷ്ടപരിഹാരം എന്ന വിഷയം കേന്ദ്രസ്ഥാനത്തേക്ക് വന്നതോടെ ഇതുവരെ നിലനിന്നിരുന്ന എല്ലാ ധാരണകളും മാറുകയാണ്. ഒരു വശത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് $270 ബില്യൺ ഈ അവകാശവാദം ഉന്നയിക്കുന്നതിലൂടെ പന്തിപ്പോൾ അറബ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും കോർട്ടിലാണ്. ഈ തുക നൽകാതെ മുന്നോട്ട് പോകുന്നത് മേഖലയിൽ കൂടുതൽ അസ്ഥിരതയുണ്ടാക്കുമെന്ന് ഇറാൻ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും വർദ്ധിച്ചു വരുന്ന മരണസംഖ്യയും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇറാൻ തങ്ങളുടെ നഷ്ടപരിഹാരവാദത്തിന് ധാർമ്മികമായ അടിത്തറ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന രാജ്യങ്ങൾ ഇറാന് പിന്തുണയുമായി എത്തുന്നതും സംഘർഷം പുതിയ തലങ്ങളിലേക്ക് വളരുന്നതിന്റെ സൂചനയാണ്. വരും ദിവസങ്ങളിൽ ഈ നഷ്ടപരിഹാര വിഷയത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തെ മാത്രമല്ല, ആഗോള എണ്ണ വിപണിയെയും വൻ ശക്തികൾ തമ്മിലുള്ള ബന്ധത്തെയും നിർണായകമായി ബാധിക്കും. ഇതോടെ തോക്കുകൾക്കും മിസൈലുകൾക്കും അപ്പുറം സാമ്പത്തിക കണക്ക് പുസ്തകങ്ങൾ കൊണ്ടുള്ള ഒരു വലിയ പോരാട്ടത്തിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്.